ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീഡിയോയുടെ തുടക്കം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ ഒരു റിബണൊക്കെ വെച്ചിട്ട് എന്താ പണി. നമ്മൾ ഇന്നൊരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആ രണ്ട് എൻഡും നൂലിങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീയിൽ കാണിച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല കണക്കൊരു പണി കിട്ടി. അവിടെ കൈ കൊണ്ട് വെച്ചതങ്ങ് പൊള്ളി. ഗ്ലൂ ഗണ്ണ് ഓണാക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ നല്ല കണക്ക് നമുക്ക് പണി കിട്ടും ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത്, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അത് വെച്ച് രണ്ട് എൻഡിലും നമ്മളിങ്ങനെ എന്താ പറയുക, ആ റിബൺ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് എൻഡിലേക്കും ഇങ്ങനെ മടക്കി സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ചെയ്തു. ഞാനാണെങ്കിൽ ഇതൊരു റെഫറൻസ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷേ അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ അതിലോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. ഞാൻ വിചാരിച്ചു നല്ല ഈസി ആയിരിക്കുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഇതിൻ്റെ. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചത് ഒന്നും കൂടെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ ഇതിനകത്ത് എല്ലാ വീഡിയോ ക്ലിപ്സും എല്ലാം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ പോലും അറിയാതെ വീഡിയോസ് കട്ടായി പോകുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് റോസിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ വന്നടാ. റോസ് സെറ്റായി കിട്ടിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ വിചാരിച്ചു സെറ്റ് ഇനിയും നല്ല കണക്കെല്ലാം പോകുന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. ആ കാണുന്ന ചിരിയൊക്കെ പെട്ടെന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റാപ്പിംഗ് പേപ്പർ കട്ട് ചെയ്തൊക്കെ എടുത്തു. പിന്നത്തെ വീഡിയോസ് എല്ലാം പകുതിയേ ഉള്ളൂ. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ പിന്നെ അത് ഫോൾഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു റെഫറൻസ് വീഡിയോയ്ക്കകത്തെന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ അകത്താണ് റോസ് ഇങ്ങനെ ഇറക്കി വെച്ചിരുന്നത്. എനിക്ക് തെർമോക്കോൾ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനത് എങ്ങനെയൊക്കെയോ സെറ്റാക്കി എടുത്തു. അവസാനം ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ കണ്ട പോലെയല്ല അത് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവത്തില്ലല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.